അപ്പം ഇന്ന് കാലത്തൊരു ചെറിയൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കാലത്ത് 6 മണിക്ക് എണീച്ചു. അപ്പം നിങ്ങൾ വിചാരിക്കും കേട്ടോ എന്താ 6 മണിക്ക് എണീറ്റിട്ട് എന്താ ഇത്ര വെയിൽ വല്ല വെളിച്ചെന്നൊക്കെ. ഒരു 6:30 ആകുമ്പോഴാണ് ഞാൻ പിന്നെ ഒരു 6:30 6:45 കൂടിയിട്ടാണ് ഞാൻ പിന്നെ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ അയില ഉണ്ടായിരുന്നു കേട്ടോ, കായം പറ്റിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വറുത്തു. പിന്നെ ഇന്ന് നമുക്ക് ക്യാരറ്റും ബീട്രൂട്ടും മിക്സ് ആയിട്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ അതാവുന്നുണ്ട്. അപ്പം ഞാൻ എനിക്ക് വന്നപ്പോൾ ചോറൊന്നും വയ്ക്കാൻ നിന്നില്ല, കാരണം എന്തോ ഒരു ബോധത്തിലാണോ എന്ന് തോന്നുന്നു. എന്താണെന്നറിയില്ല, 2 മാസങ്ങൾക്ക് ശേഷം ഇത്ര നേരത്തെ എനിക്ക് കാരണം ആകെ കിളി പോയിരിക്കുന്നു കേട്ടോ. ആദ്യം മീൻ വറക്കലും ഉപ്പേരി ഉണ്ടാക്കലൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സിനോച്ചേട്ടാ ഞാൻ ചായ വെച്ച സമയത്ത് ആൾ ഏതോ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ വന്നപ്പോഴാട്ടെ ഞാൻ പിന്നെ ചായ തിളപ്പിച്ചാനൊക്കെ വെച്ചു. അങ്ങനെ പിന്നെ കൊച്ചാപ്പി ഇന്ന് എന്താവും നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളെൻ്റെ ഒക്കത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് മാത്രമാണ് ചോറ്, പിന്നെ രാത്രി പിള്ളേർ മാത്രം. അപ്പോൾ കാരണം കുക്കറിലാണ് വെക്കുക. സിനോച്ചേട്ടന് കൊണ്ടുപോകേണ്ട കാരണം അതും വെച്ചു. ആൾക്ക് ചായയൊക്കെ ആക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് മുട്ടപ്പത്തിരിയാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ മുട്ടപ്പത്തിരി. എനിക്കാണെങ്കിൽ മുട്ടപ്പത്തിരിക്ക് എന്തെങ്കിലും കറി വേണം. ഇവർക്കൊക്കെ മുട്ടപ്പത്തിരിയും പാലും ഒക്കെ ആയാൽ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ചിലവാണ് ഞങ്ങൾക്ക് ഇവിടെ മുട്ടപ്പത്തിരിക്ക്. അപ്പോൾ ഇങ്ങനെ പിള്ളേർക്ക് കഴിക്കാനും നല്ല സോഫ്റ്റൊക്കെ ആയ കാരണം അപ്പോൾ ഇന്ന് ചാറൊന്നുമില്ല. അപ്പം ഞാൻ ഒരെണ്ണം എടുത്ത് പാൽ ഒഴിച്ചിട്ടാട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ ശരിയാക്കിയതിന് ശേഷം പിന്നെ പിള്ളേരെ അടുത്തേക്ക് പോയിട്ടാണ് ഇതിൽ കാണുണ്ട ഇതാ കൊച്ചാപ്പി പാപ്പു കഴിക്ക്. എന്താ തല്ലൂടിയാ ചേട്ടൻ്റെ പറഞ്ഞ്. അപ്പം ഞാനാണെങ്കിൽ ആദ്യം ഇത് കുട്ടൂനായിരുന്നു കൊട്ടാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു കഷ്ണം ചോദിച്ചപ്പോൾ ഒരു കഷ്ണം കൊടുത്തു. പിന്നെ പ്ലേറ്റ് കൊടുക്കണം ചോദിച്ചപ്പോൾ കൊടുത്തില്ല. അപ്പോൾ അതിന് ചേട്ടൻ ഇടിച്ചു. അപ്പോൾ ആ ചേട്ടൻ്റെ കരച്ചിലും ബഹളൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ വെള്ളവും കിണ്ണം കൊണ്ടുപോകണം. ഇതിലിപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി, കൊച്ചാപ്പിയും കൂടി ടുട്ടൂൻ്റെ സ്കൂളിൽ ചേർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനും കൂടി പോകാനുള്ള റെഡിയാക്കുന്നുണ്ട്. സ്നാക്സ് ആയിട്ട് കൊച്ചാപ്പിക്ക് പഴാട്ട വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വെള്ളവും എല്ലാം റെഡിയാക്കിയതിന് ശേഷം കൊച്ചാപ്പിന് ഞാൻ കുറച്ച് നീക്കി നിർത്തിയേക്കാണ്, കാരണം ട്രൗസറൊന്നും ഇട്ടിട്ടില്ല. വല്ല എന്തെങ്കിലും കണ്ട കോപ്പറേറ്റൊക്കെ ആവില്ല വെച്ചിട്ട് രണ്ടുപേരെയും വേഗം കുളിപ്പിച്ചു. ഞാനും കുളിച്ചു. സിനോച്ചേട്ടനുള്ള ഫുഡൊക്കെ ആക്കിയിട്ട് അച്ചാർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചാറാക്കി. പിന്നെ മീൻ വറുത്തതും ഉപ്പേരി. മീൻ വറുത്തത് അല്ല, ഉപ്പേരി കുറച്ച് എരിവ് കൂടുതലായിരുന്നു കേട്ടോ. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഭയങ്കര എരിവ്. അപ്പോൾ പിന്നെ അതൊക്കെ ആക്കി ആൾക്ക് 3 പാത്രങ്ങളിലും 3 ബാഗിലും ആക്കി വെച്ചിട്ടാണ്. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോയിട്ടാണ് വണ്ടി വരാൻ വേണ്ടിയിട്ട്. വെള്ളിമൂങ്ങ സ്കൂൾ വണ്ടിയാണ്. അപ്പോൾ അതിലൊക്കെ ഇരുന്നു. കൊച്ചാപ്പി നല്ല സന്തോഷത്തിലൊക്കെ പോയിട്ടുണ്ട്. ഇന്നലെ തൊട്ടിട്ടാണ് പോയി തുടങ്ങിയത്. ഇന്നലെ ഞാൻ ടീച്ചർക്ക് വിളിച്ചപ്പോൾ പറഞ്ഞൊരു കുഴപ്പമൊന്നുമില്ല, നല്ല കുട്ടിയുടെ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ അവരെ രണ്ടുപേരല്ല 3 പേരെയും തമീനും ഉണ്ട്. 3 പേരെയും കയറ്റി അയച്ചു. നല്ല ചിരിച്ചിട്ടൊക്കെ ആയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.